ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് യെശയ്യാ പ്രവാചക പുസ്തകം 53-ാം അധ്യായം 2-ാം വാക്യം വേദസൂക്തം ദൈവസഭ കേൾക്കെ വായിച്ച് സഹായിച്ചാൽ. വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. മതി. BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അനശ്വരത്വമുള്ള പ്രവാചക ചതുഷ്ടയങ്ങളിൽ കരുത്തനായ പ്രവാചക പ്രമുഖനായ യെശയ്യാ ദീർഘദർശി BC 700-750 കാലഘട്ടത്തിൽ പ്രവചന കുന്നിന്റെ മുകളിലേക്ക് കയറി ചെന്ന് നാളെയുടെ നീളയിലേക്ക് താൻ നീണ്ടു നോക്കിയപ്പോൾ തന്നിൽ നിന്ന് അങ്ങ് അകലെ കാലസമ്പൂർണതയിൽ കാലകതിരവനായ ക്രിസ്തുവിനെ കാണുകയുണ്ടായി. യേശു കാലസമ്പൂർണതയിൽ കാലൂന്നി നിൽക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് യേശുവിൻ്റെ 1-ാം വരവിൻ്റെ ആ രംഗം താൻ ആത്മാവിൽ കണ്ടുകൊണ്ട് യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പ്രവചനാത്മാവിൽ പ്രവചിച്ച ഭാഗമാണ് വായിച്ച് നാം കേട്ടത്. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ 4 ദാസഗീതങ്ങളുണ്ട്. ആ 4 ദാസഗീതങ്ങളിലെ 4-ാമത്തെ ദാസഗീതം 52-ാം അധ്യായം അവസാന ഭാഗം മുതൽ 53-ാം അധ്യായം ഉൾപ്പെട്ടതാണ്. ഇതിനകത്ത് യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ. ഒന്ന്, വരണ്ട നിലം ഏതാണ്? 2, വേരിനോട് ഉപമിച്ചിരിക്കുന്നു. മുളച്ചു വരുന്ന മുള പോലെ ആ മുള ഏതാണ്? വിസ്തൃതിയുള്ള വിഷയമാണ്. വിസ്താര ഭയം അകത്തുണ്ട്. അല്പമായി നമുക്കൊന്ന് ധ്യാനിക്കാം. യേശുവിൻ്റെ ഉദയം ചെയ്യലിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ വരണ്ട നിലം ഇസ്രയേൽ ആകുന്നു. വരണ്ട നിലം വരണ്ട് വീണ്ടും വരണ്ട് പോകുന്ന കാലം എപ്പോഴാണ്? ജലാംശമില്ലാതിരിക്കുമ്പോഴാണ്. വെള്ളം ഇല്ലാതിരിക്കുന്ന കാലത്താണ് ഇത് വരളുക. മത്തായിക്കും മലാക്കിക്കും ഇടയ്ക്ക് ഒരു കാലമുണ്ട്. ആ കാലം ഉറീമിലൂടെയോ തുമ്മീമിലൂടെയോ വാമൊഴിയായോ വരമൊഴിയായോ ദൈവശബ്ദം ഇസ്രയേൽ ജനത കേൾക്കാത്ത ഒരു കാലം. ആ കാലത്തെ അന്ധകാര യുഗമെന്നും ദൈവം മനുഷ്യനോട് സംസാരിക്കാത്ത ആ കാലത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. വചനത്തെ വെള്ളത്തോട് ബൈബിൾ ഉപമിച്ചിട്ടുണ്ട്. വചനമില്ലാത്ത കാലം വരണ്ട കാലമാണ്. വചനം ഒരു സഭയ്ക്കില്ലെങ്കിൽ, ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു വ്യക്തിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ജീവിതം, സഭാന്തരീക്ഷമെല്ലാം വരണ്ടുപോകും. ശ്ലീഹ പൗലോസ് അപ്പല്ലോസ് നനച്ചു എന്ന് കൊരിന്തിലുള്ള സഭയോടുള്ള ബന്ധത്തിൽ പരാമർശിച്ചത് നമുക്ക് കാണാൻ പറ്റും. 2, വേർ മുളയ്ക്കുക. ഈ പദം ആവർത്തിച്ച് ബൈബിളിലുണ്ട്. വേര് മുളയ്ക്കണമെങ്കിൽ അതിന് ചില സാഹചര്യം ഒരുക്കപ്പെടണം. വാഗ്ദത്ത യുഗത്തിൽ എബ്രഹാമിന്റെ സമകാലികനായ ജോബ് ഒരിക്കൽ പറഞ്ഞു, വേർ മുളയ്ക്കണമെങ്കിൽ എന്തു വേണമെന്ന്. എടുത്താട്ടെ, ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ
14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിലെ 9-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചോ. വെള്ളത്തിന്റെ ഗന്ധം കുറ്റി അഴുകിപ്പോയാലും വേരിൽ വെള്ളത്തിന്റെ ഗന്ധം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അത് കിളിർക്കും. കിളിർക്കണമെങ്കിൽ വെള്ളത്തിന്റെ ഗന്ധം വേണം. ഇവിടെ വെള്ളത്തിന്റെ ഗന്ധമില്ല, വെള്ളത്തിന്റെ നനവില്ല. വരണ്ട നിലം, വരണ്ടിരിക്കുമ്പോ അതാ ഒരു മുള ആ 400 സംവത്സരത്തിന് ശേഷം മുളച്ചു വരികയാണ്. സ്തോത്രം. ഈ വേരിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേർ ഈശായുടെ വേർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിസ്തരിക്കേണ്ട വിഷയമാണ്. 2, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബുക്ക് ഓഫ് റിവലേഷൻ, വെളിപ്പാട് പുസ്തകം 5:5 ദാവീദിന്റെ വേർ എന്ന് യേശുവിനെ പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ യേശുവിന്റെ ജനനം. വേര് മുളയ്ക്കാൻ ഒരു സാധ്യതയും, മുളപ്പിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് വരണ്ട നിലം. വരണ്ട നിലത്ത് മുളപ്പിക്കാമോ? വരൾച്ചയിൽ മുളപ്പിക്കാമോ? ഇല്ല. സ്തോത്രം. യേശുവിന്റെ ഉദയത്തെ കുറിച്ച് പുരുഷന്റെ ഇഷ്ടത്താലല്ല എന്നൊരു പ്രയോഗം നൽകി വീണ്ടും ബൈബിൾ യെശയ്യാ ദീർഘദർശി തന്നെ പരാമർശിച്ച ഒരു വാക്യം 7:14 വാക്യം ഇങ്ങനെയാണ്: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതാര്? മത്തായി സുവിശേഷം 1:22 വാക്യം പരാമർശിച്ചു. അത് നസറേയനായ യേശു ക്രിസ്തുവിൽ ആണത് നിവർത്തിയായതെന്ന്. ഇത്രയും വാക്യം ഒന്ന് ചേർത്ത് വെച്ചല്ലോ. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. ആമേൻ. ഒരു സാധ്യതയുമില്ലാത്തടുത്ത്, ഒരു സാധ്യതയുമില്ലാത്തടുത്ത്. കഴിഞ്ഞിടയ്ക്ക് ഏതൊരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രമൊക്കെ പറഞ്ഞ് യോഗമൊക്കെ മുറുകി, നമ്മുടെ ഭാഷയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തി ചൂട് പിടിച്ചിരിക്കുമ്പോൾ ആമൻ സാഹചര്യം എല്ലാം ഇളകി നല്ല ഉഴുത് നല്ലൊരു പരുവത്തിനിരിക്കുമ്പോൾ ദൈവപ്രവർത്തി. ദൈവത്തിന് പ്രവർത്തിക്കാൻ അങ്ങനെയും പറ്റും. ദൈവത്തിൻ്റെ പ്രവൃത്തി നാം ആരും പ്രതികരിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നിശ്ചയിച്ച കാര്യം ദൈവത്തിന് കൃത്യമായി പൂർണ്ണ ശക്തിയോടെ ചെയ്യാനും ശേഷിയുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഒറ്റ ആലോചന പറയുക. ലൂക്കോസ് സുവിശേഷത്തിൽ ഈ വേരേതാണ്? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മത്തായി സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്ന രാജകീയ രീതിയിലൊരു വേര് ശലോമോനിലൂടെ വരുന്നുണ്ട്. ഇനി ലൂക്കോസ് 3-ൽ ദാവീദിന്റെ മകനായ നാഥാനിലൂടെ അവൻ നിയമരീതിയിലൊരു വേര് വരുന്നുണ്ട്. ഈ 2 പേരും വംശാവലികൾ രണ്ടും വന്ന് കൂട്ടിമുട്ടുന്നത് നസറേയനായ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠനിലാണ്. കൂട്ടിമുട്ടിയ സമയത്ത് ആമേൻ വരണ്ട നിലമായിരുന്നു. ആമേൻ. വരണ്ട നിലത്ത് വേർമുളയ്ക്കേണ്ട സമയമായപ്പോൾ അവിടുന്ന് ഗബ്രിയേൽ മാലാഖയെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മേരിയോട് പറഞ്ഞു, വരണ്ട നിലത്ത് ഞാൻ വേർമുളപ്പിക്കാൻ പോവുകയാണ്. അന്നേരം അവൾ പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? സ്തോത്രം. ഇത് എങ്ങനെ സംഭവിക്കും? തൊട്ടുപിറകെ ദൂതൻ വീണ്ടും പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും, ആ വചനമൊന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന് ഒരു കാര്യവും. ഓതറയിലുള്ള ദൈവജനത്തിന്റെ ഹൃദയത്തെ തൊട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും. ലോകവ്യാപകമായി വചനം കേൾക്കുന്ന ജനത്തിന്റെ ഹൃദയത്തെ തൊട്ട് ദൈവാത്മാവ് പറയുന്നു, ഒരു കാര്യവും. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ,
അസാധ്യമല്ലല്ലോ. വായ് തുറന്ന് പറയാമോ? ദൈവത്തിന് ഒരു കാര്യവും, സഭയൊന്ന് ചേർന്ന് പറയാമോ? ദൈവത്തിന് ഒരു കാര്യവും. ഒന്ന് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തിയാട്ട്. ദൈവത്തിന് ഒരു കാര്യവും ആ കരങ്ങൾ ഉയർത്തി പറ, എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിലെ ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം, സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന ദൂതൻ പറഞ്ഞു. ദൂതുവാകിയായി ഗബ്രിയേൽ തന്നെ മറുപടി പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. വെള്ളത്തിന്റെ ഗന്ധമില്ലെന്നേ ഉള്ളൂ. വരണ്ട നിലത്ത് അത്യുന്നതന്റെ ശക്തി വ്യാപരിച്ചാൽ എത്ര പേർക്ക് ഈ ആലോചന ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അത്യുന്നതന്റെ ശക്തി അവർണ്ണനീയമായ ശക്തിയാണ്. ആ ശക്തിയെ കുറിച്ച് ശ്ലീഹ പൗലോസ് പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അളക്കാൻ ശ്ലീഹയുടെ എടുത്തുകോൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞു, അളവറ്റ ശക്തി. ആ ശക്തി നിന്റെ ബോഡിയിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ടച്ച് ചെയ്താൽ ആ വചനം കിലോമീറ്ററുകൾക്കപ്പുറത്ത്, മൈലുകൾക്കപ്പുറത്ത്, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഇന്നിവിടെ വിശ്വസിക്കുന്ന ദൈവ പൈതൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ചലിച്ചാൽ, എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആ കരങ്ങളെ ഒന്ന് ചേർത്തി അടിച്ച് ചില മിനിറ്റുകൾ, ചില സെക്കൻഡുകൾ അവൻ അല്പനേരം ദൈവത്തെ ഒന്ന് ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഈ ആരാധനക്കകത്ത് ഒരു പ്രവചന ദൂതായി പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ആലോചന വിളിച്ചു പറയുന്നു. വരണ്ട നിലത്ത് അത്യുന്നതന്റെ ശക്തി മേരിയെ, മറിയേ, നിന്നെ നിഴലിടും. അവൻ മരിയയിൽ അത് നിഴലിട്ടപ്പോൾ അവൻ ഒരു സാധ്യതയുമില്ലാത്തടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ആ ശക്തി ഇന്ന് വിശ്വസിക്കുന്ന എന്റെ മേൽ നിഴലിടണം. എന്നിലേക്ക് ആ ശക്തി വന്ന് ടച്ച് ചെയ്യണം. ആ ശക്തി എന്നിൽ ടച്ച് ചെയ്യണം. എത്ര പേര് ഈ ആരാധനക്കകത്ത് വിശ്വസിക്കുന്നുണ്ട്? ആ ഫെയ്ത്തുള്ളവരെല്ലാം ഒന്ന് കരങ്ങൾ ഉയർത്താം. സ്വർഗസ്ഥ പിതാവേ, ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അവൻ വരണ്ട നിലത്ത് നിന്ന് മുളപ്പിച്ച അത്യുന്നതന്റെ ശക്തിയുടെ നിഴൽ ഈ വിശ്വസിക്കുന്നവരുടെ മേൽ അവൻ ടച്ച് ചെയ്യേണ്ടതിന്, സ്പർശിക്കപ്പെടേണ്ടതിന് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.